എന്താണ് എഡിഫൈസ് ഇന്ത്യയുടെ കരിയർ അസസ്മെന്റ് ടെസ്റ്റ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം? 90% ആളുകളും കരിയർ മേഖലയിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്. കരിയർ അസസ്മെന്റ് നടത്തിയില്ല എങ്കിലും എല്ലാവരും എവിടെയെങ്കിലും എത്തും, പക്ഷെ എത്തേണ്ടിടത്ത് എത്തില്ല. ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഡിസൈൻ ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ മേഖല ചെയ്യുന്ന ഒരു പ്രവർത്തനം. അത് കൺസ്ട്രക്ഷൻ മേഖലയിലായാലും നമ്മുടെ അധ്യാപക മേഖലയിലായാലും മറ്റ് ഏത് തൊഴിൽ മേഖലയിലായാലും ഏറ്റവും സ്യൂട്ടബിളായിട്ട് അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത ഒരു ഫൈനൽ പ്രോഡക്റ്റിനെയാണ് ആ കരിയർ മേഖലയിലേക്ക് എത്തിക്കേണ്ടത്. ആ മേഖലയ്ക്ക് ഉതകുന്ന ആറ്റിറ്റ്യൂഡുകളും ആപ്റ്റിറ്റ്യൂഡുകളും സ്കിൽസും എബിലിറ്റീസുമുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് സാധ്യമാകാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ സഫർ ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP നിരക്കിനെ വരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സിനെ വരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇത് കരിയർ അസസ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡും സ്കിൽസ് ആൻഡ് എബിലിറ്റീസും അസസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഉചിതമായ അവരുടെ പാഷനേറ്റ് ആയിട്ടുള്ള അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കരിയർ മേഖലയിലേക്ക് അവരെ കൃത്യമായി എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്.